റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ നമ്മൾ മുറുകെ പിടിക്കുക. ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ സന്തോഷിപ്പിക്കുക. എന്നെ കൊണ്ട് എങ്ങനെയെല്ലാം എൻ്റെ നേതാവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ, അതൊരു സുബ്ഹാനല്ലാഹയാണെങ്കിലും, ഒരു അൽഹംദുലില്ലാ എന്നതാണെങ്കിലും, ഒരു അല്ലാഹു അക്ബർ ആണെങ്കിലും, എൻ്റെ നാവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തുകൊണ്ട് ഞാനൊരു നന്മ ചെയ്യുമ്പോൾ ആ നേതാവ് തുഅറദു അലയ്യ, അവിടുന്ന് കാണുകയും ഹമിത്തുല്ലാ, അള്ളാഹുവിന് ഹംദ് ചെയ്യുകയും ചെയ്യും. എന്നെ എൻ്റെ നേതാവ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടണം എന്ന ചിന്ത വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ പറ്റിയ ധാരാളം സുന്നത്തുകളുണ്ട്. പുഞ്ചിരിക്കൂ, അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ്. ലെറ്റ്സ് സ്മൈൽ, ഇറ്റ്സ് സുന്ന. പുഞ്ചിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളിൽ പെട്ടതാണ്. മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. സുഗന്ധം പൂശുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു 10-50 സുന്നത്തുകൾ വളരെ നിസാരമായി നമുക്ക് ഈസിയായി നമുക്ക് ചെയ്യാൻ കഴിയും. പരിശുദ്ധ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ 1500-ാമത്തെ മീലാദാണല്ലോ നമ്മൾ ആഘോഷിച്ചത്. 1600 ആകുമ്പോൾ ഈ പള്ളിയിലുള്ള ഒരാളുണ്ടാവാൻ സാധ്യതയില്ല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. പക്ഷേ സത്യം അതാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ 1600-ാമത്തെ മീലാദിൽ നമ്മൾ ആരും ഉണ്ടാവില്ല. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി സുന്നത്തുകൾ പരമാവധി പാലിച്ചുകൊണ്ട് നമ്മെക്കൊണ്ട് നല്ലത് ചെയ്യാൻ പറ്റുന്നതും പറയാൻ പറ്റുന്നതും അറിയാൻ പറ്റുന്നതും പഠിക്കാൻ പറ്റുന്നതും ഒക്കെ നാം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിനെല്ലാം അവസരം നൽകുമാറാകട്ടെ.